വന്യമൃഗ ആക്രമണ ഭീഷണി തടയുന്നതിന് ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്ന ഫെൻസിംഗിന്റെയും കിടങ്ങുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ജനവാസ മേഖലയോട് ചേർന്നാണ് ഫെൻസിംഗും സോളാർ വേലിയും കിടങ്ങും നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതകൾ പരിഹരിക്കുന്നതിനും നിർമ്മാണം വേഗത്തിൽ ആക്കുന്നതിനുമുള്ള സ്വത്തര നടപടികൾക്കായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. ഉന്നതതല യോഗം ചേർന്ന് വിപുലമായ ചർച്ചകളുടെ വെളിച്ചത്തിലും ആണ് കൃഷി വകുപ്പിന്റെ ഫണ്ട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ അനുവാദം കിട്ടിയത്. അതേ തുടർന്ന് നമ്മൾ പൂർണ്ണമായും ഫെൻസ് ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ച് വിവിധ പ്രദേശങ്ങളിലെ വർക്കുകൾ കരാറുകാർ ഏറ്റെടുത്ത് കിടങ്ങ് കുഴിക്കൽ, ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കൽ നടന്നു വരികയാണ്. പക്ഷെ അത് വേണ്ടത്ര ഒരു വേഗത വരുന്നില്ല എന്നും അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നും പലയിടത്തും പോരായ്മകളുണ്ട് എന്നും ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നതിന്റെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ഇങ്ങനെ ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തത്. വനാതിർത്തിയിലുള്ള എല്ലാ ജനപ്രതിനിധികളോടും എത്തിച്ചേരാൻ പറഞ്ഞതാണ്. യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, റേഞ്ച് ഓഫീസർ ഹരിലാൽ കെ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ സുനിൽ കെ വിനോദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വന അതിർത്തി ജനവാസ മേഖല പങ്കിടുന്ന വാർഡിലെ മെമ്പർമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.